പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നിവ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ ഉള്ളതല്ല. അവ രഹസ്യമായിരിക്കണം. ദൈവത്തിന് പ്രീതികരമായതും ദൈവത്തിൽ നിന്ന് മാത്രം പ്രതിഫലമായി ഇച്ഛിക്കുന്ന വിചാരശീലമായിരിക്കണം നമ്മുടേത്. കപടധാരികളായ കപടനാട്യക്കാരെ യേശു ശക്തമായി വചനം കൊണ്ട് പ്രഹരിക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവയെക്കുറിച്ച് യേശു സംസാരിക്കുന്നുണ്ട്. ഇവ മൂന്നുമായിരിക്കണം ക്രൈസ്തവ ഭക്തിയുടെ 3 സ്തംഭങ്ങൾ. ആന്തരിക പരിവർത്തനത്തിനായി സഭ നോമ്പുകാലത്ത് നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. ഈ പാതയിൽ ഇന്നും പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും ഉപവാസത്തിലും കപടത കാണിക്കുന്നവരുണ്ട്. നാം അനുകരിക്കേണ്ട ഒരു പ്രാർത്ഥന സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വിനയമുള്ള ലാളിത്യത്തോടെ ചുങ്കക്കാരൻ അകലെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. നാം പാപികളാണ് എന്ന അവബോധം എന്നും നാം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ എല്ലാവർക്കും കൃപയും നന്മയും ഉണ്ട്. ഈ നോമ്പ് കാലത്ത് തിന്മയെ വെറുത്ത് നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതം നയിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.